നമസ്കാരം. വടക്കുംനാഥന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ മതനിരപേക്ഷയുടെ കൊടി ഉയർത്തുമെന്ന് ടി.എൻ. പ്രതാപൻ. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനെ ആവേശത്തോടെ സ്വാഗതം ചെയ്തായിരുന്നു സിറ്റിംഗ് MP കൂടിയായ ടി.എൻ. പ്രതാപന്റെ പരാമർശം. പെട്ടെന്നുള്ള സ്ഥാനാർത്ഥി മാറ്റത്തിലുള്ള അതൃപ്തി എല്ലാം മാറ്റിവെച്ച് മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി അദ്ദേഹം എത്തുകയായിരുന്നു. മുരളി തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കും. അതുവരെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. BJPയുടെയും RSSന്റെയും നേതാക്കൾ തൃശൂർ പിടിക്കാൻ വരികയാണ്. എന്നെക്കാളും മികച്ച സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടി അതുകൊണ്ടാണ് തീരുമാനിച്ചതെന്നും പ്രതാപൻ. UDFന്റെ അഭിമാനം സംരക്ഷിക്കാൻ കരുത്തനായ ഒരാളെയാണ് ആവശ്യം. തൃശൂരിന്റെ പൈതൃകം സംരക്ഷിക്കാൻ, UDFന്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ മുരളീധരനെ പോലെ കരുത്തനായ ഒരാളെയാണ് ആവശ്യം. ലീഡറുടെ വിശ്വാസ പ്രമാണങ്ങൾ നെഞ്ചു ചേർത്ത് അവസാന ശ്വാസം വരെ മതേതരത്വത്തിനായി പോരാടുമെന്ന് പറഞ്ഞ കെ മുരളീധരനെ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതുവരെ നമുക്കിനി ഉറക്കമില്ല. ആ ദൗത്യം ഏറ്റെടുക്കുകയാണെന്ന് പ്രതാപൻ പറയുന്നു. അതേസമയം UDFന്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തൃശൂർ ടൗൺ ഹാളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ തുടച്ചു നീക്കം, മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. CPM-ഉം BJPയും തമ്മിലുള്ള അന്തർധാര തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണിയും BJPയും പരാജയം സംബന്ധിച്ച അവസ്ഥയാണെന്നും VD സതീശൻ പറയുന്നു. ഇടതുമുന്നണി കൺവീനർ പറയുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ്. സ്വന്തം പാർട്ടി എല്ലായിടത്തും തോൽക്കുമെന്നല്ലേ അതിനർത്ഥമെന്നും VD സതീശൻ ചോദിക്കുന്നു. അതേസമയം കോൺഗ്രസിൽ നിന്നും ഒരാൾ BJPയിലേക്ക് പോയപ്പോൾ നാറിയ പാർട്ടി എന്ന് വിളിച്ച മുഖ്യമന്ത്രി മറുപടി അതേ നാണയത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടല്ല. അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല. ബംഗാളിലും ത്രിപുരയിലും ഹോൾസെയിലായി നേതാക്കളെയും പ്രവർത്തകരെയും BJPക്ക് കൊടുത്ത CPM ആണ് മുഖ്യമന്ത്രി പറഞ്ഞ പേര് ചേരുകയെന്നും VD സതീശൻ പറയുന്നു. തൃശൂരിന്റെ മതേതര പാരമ്പര്യം ചിലരുടെ പാഴ്വാക്കായ ഗ്യാരണ്ടി തള്ളിക്കളയുമെന്ന് കെ മുരളീധരൻ. അതേസമയം തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ടി.എൻ. പ്രതാപൻ ചെയർമാനായി 5001 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് തൃശൂർ ടൗൺ റോഡിൽ റോഡ് ഷോയും നടത്തിയിരുന്നു. അതിനുശേഷമാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി ഉള്ള പ്രഖ്യാപനം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.